ഹായ് ഫ്രണ്ട്സ്, സാധാരണ ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക ഇല. പനിക്കൂർക്ക ഇല സാധാരണയായിട്ട് നമ്മൾ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒരു മെഡിസിനായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. നല്ല ടേസ്റ്റിയും റിഫ്രഷിങ്ങും അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള നല്ല ഒരു ഡ്രിങ്കാണിത്. അപ്പം വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കസ്കസ് എടുത്തിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. കസ്കസ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതെന്തായാലും എടുക്കുക. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. അത്യാവശ്യം നല്ല പുളി വേണം ഈ ഒരു ഡ്രിങ്കിന്, എങ്കിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള നാരങ്ങ നീര് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനിക്കൂർക്ക ഇലയാണിത്. ഇതൊരു 10-12 എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് ഇതിൽ നിന്ന് നീരൊക്കെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് അതിൻ്റെ നീരെടുത്താലും മതി. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇടിച്ച് നീരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഐസ് ക്യൂബ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പനിക്കൂർക്ക ഇലയുടെ ജ്യൂസാണ്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഷുഗറോ അതല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്കസൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നമ്മളുടെ പനിക്കൂർക്ക ഇല ജ്യൂസ് റെഡിയാവും. വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷെ അതിലേക്ക് നമ്മൾ കുറച്ച് പനിക്കൂർക്ക ഇലയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.